ആർക്കെല്ലാന്ന് ബോണസ് കിട്ടുകയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ ഒരു മെയിൽ വന്നു. സെപ്റ്റംബർ ലാസ്റ്റിൽ ഒരു മെയിൽ. ഹലോ ഗൈസ്, ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നത്. എനിക്ക് ബോണസ് കിട്ടി ഗൈസ്. ആ സന്തോഷ വാർത്തയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അല്ലെങ്കിലും എന്നെ കൂട്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓണാക്കാനും ഒന്നും മറന്നുപോര്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ് എനിക്കിവിടം വരെ എത്താൻ സാധിച്ചത്. ഞാൻ 2 വർഷമായി, ഇപ്പം 3-ാമത്തെ വർഷമാകാൻ പോകുന്നു. 2 വർഷം പൂർത്തിയാകുന്നതിലിടക്കാണ് ഞാൻ ഹാഫ് മോണിയായത്. 2024 ദീപാവലി ദിവസമാണ് എനിക്ക് ഹാഫ് മോണിയായത്. ജനുവരി 5-ന് ഫുൾ മോണിയായി. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ ദിവസവും വലിയ വീഡിയോ ഇടും, ഷോർട്സ് ഇടും. അങ്ങനെ എൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും നിങ്ങളെയെല്ലാം സപ്പോർട്ടും കാരണമാണ് ഞാൻ ഇതുവരെ എത്തിയത്. അപ്പോൾ എല്ലാവരും എന്ത് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വീഡിയോ നമ്മൾ മടിയൊന്നും വിചാരിച്ച് നിൽക്കാണ്ട് വീഡിയോ ഫുള്ളായിട്ട് എല്ലാ ദിവസവും ഇട്ടുള്ളൂ. അതേപോലെ തന്നെ ഷോർട്സ് ഇട്ടുള്ളൂ. നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മളെല്ലാം ചെയ്തോളുക. അപ്പോൾ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടാതിരിക്കില്ല. എന്തായാലും ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെ കിട്ടിയതാണ്. പിന്നെ ഞാൻ ലൈവായി കഴിഞ്ഞാലും ഇടും. എല്ലാ ദിവസവും ഞാൻ രാവിലെ ഇടുന്നുണ്ട്, രാത്രി ഇടുന്നുണ്ട്. 2 നേരമായിട്ട് ലൈവ് ഇടുന്നുണ്ട്. അപ്പം അങ്ങനെയാണ്. എനിക്ക് ലൈവ് ഇട്ടിട്ടാണ് വാച്ചവറെല്ലാം കയറിയത്. എനിക്കറിയില്ലായിരുന്നു ലൈവൊന്നും ഇടാനൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ മോനൊരു ദിവസം വന്നതിന് ശേഷമാണ് ലൈവിൻ്റെ ഇതെല്ലാം പറഞ്ഞു തന്ന് അങ്ങനെ ഇടാൻ തുടങ്ങി. പിന്നെ എല്ലാ ദിവസവും ഇടും. അങ്ങനെയാണ് വാച്ചവർ കയറിയിട്ട് ഹാഫ് മോർണിംഗ് ഫുൾ മോർണിംഗ് എല്ലാം ഞാനായത്. ഇല്ലെങ്കിലൊന്നും ആവാൻ പറ്റില്ല. വെറും വീഡിയോ കണ്ടിട്ടൊന്നും അത്രയൊന്നും നമുക്ക് വാച്ചവറൊന്നും കിട്ടുന്നില്ലല്ലോ. പിന്നെ അങ്ങനെയായിരിക്കണം. അപ്പോൾ ഇപ്പം യൂട്യൂബ് ഒരു പുതിയ ഇത് കൊണ്ടുവന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഒരു ബോണസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരിത് വന്നിട്ടുണ്ടായി. അപ്പോൾ എല്ലാ ദിവസവും ഞാനിങ്ങനെ ഇടുന്നുണ്ടല്ലോ, വീഡിയോ ഇടുന്നുണ്ട്, ഷോർട്സ് ഇടുന്നുണ്ട്, എല്ലാം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു വീഡിയോ നല്ല ഇതായിട്ട് പോയത് ഒരു നഴ്സറീൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടിന്. അപ്പോൾ അതിനെനിക്ക് നല്ല വ്യൂസ് കിട്ടീന്. അപ്പോൾ പിന്നെ വേറെ ഒരു വീഡിയോ എൻ്റെ ഒരു മുട്ട ബിസ്ക്കറ്റിൻ്റെ വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അതിനും 1 പോയിൻ്റ് എത്രയോ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം എൻ്റെ റവലിടും. അങ്ങനെ എൻ്റെ 3 വീഡിയോ അങ്ങനെ 1Kൻ്റെ മുകളിൽ ആയത് കാരണമാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയുന്ന സന്തോഷ വാർത്ത ഇതാണ്. എനിക്ക് ബോണസിൻ്റെ കിട്ടിയെന്നുള്ളതിൻ്റെ മെയിൽ വന്നിട്ടുണ്ട്. ആ സന്തോഷ വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം, ചെയ്യാതെ ഇരിക്കാൻ പാടില്ല. പിന്നെ എല്ലാവരും ഫുള്ളായിട്ട് എൻ്റെ വീഡിയോ കാണണം. ഒരിക്കലും ആരും മടി വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് കാണാൻ പാടില്ല. ഒരപേക്ഷയാണ് എല്ലാവരോടും കൂടിയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്യണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്കൊന്നും മുന്നോട്ട് പോകാനും ആവാനും ഒന്നും പറ്റില്ല. നിങ്ങളെ ഫുൾ സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇനിയും എനിക്ക് ഉണ്ടാവണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ചെയ്ത കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടാനുള്ള കാരണം. അതേപോലെ തന്നെ ഡോളറെല്ലാം കയറി ഏകദേശം $100 ഇനി ആവാനും കുറച്ചും കൂടി വേണം. അതും കൂടി ആയിക്കഴിഞ്ഞാൽ $100 ആവും. അപ്പോൾ അതും എല്ലാവരെയും സപ്പോർട്ട് തന്നെയാണ്. ഇനി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് അതിലും എന്നെ വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടിപ്പം പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് സപ്പോർട്ട് തരണം ഗൈസ്. എന്നിട്ട് വേണം എനിക്ക് വീണ്ടും ഇനിയും ഞാൻ നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ടാണ് എൻ്റെ ഒരു പ്രചോദനം. എനിക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളും സഹോദരങ്ങളും സഹോദരന്മാരും എല്ലാവരും കാണുന്നുണ്ട് എന്നല്ല. അപ്പോൾ ഇപ്പം യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ശേഷം ഒരുപാട് മക്കളെയും കിട്ടി, കുറേ സഹോദരന്മാരെ കിട്ടി, എല്ലാവരെയും കിട്ടി. അപ്പോൾ അതിലെല്ലാം ഞാൻ നല്ല ഹാപ്പിയാണ്. അതേപോലെ തന്നെ ഈ ഹാപ്പി എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം ഗൈസ്. എൻ്റെ ഒരു അപേക്ഷയാണ് എല്ലാവരോടും കൂടി. അപ്പോൾ ഈ സന്തോഷ വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ കാരണം.
അപ്പോൾ തുടർന്നു എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇനിയും വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ആരെയും പേര് ചൊല്ലി ഞാൻ പറയുന്നില്ല. പേര് പറയാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടപ്പോൾ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് അതൊരു വിഷമാവും. അതുകൊണ്ട് പേര് പറയുന്നില്ല. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും വീണ്ടും അറിയിക്കുകയാണ്. തുടർന്നും എല്ലാവരും സപ്പോർട്ടും എനിക്ക് ഉണ്ടാകണം. ആർക്കെല്ലാമാണ് ബോണസ് കിട്ടുകയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 4000 വാച്ചവറും 1000 സബ്ബും ഉള്ളവർക്ക്, പിന്നെ വലിയ വീഡിയോ ഇടുന്നവർക്ക്, ആ വലിയ വീഡിയോ ഇട്ട് നമ്മളത് നല്ല വ്യൂസ് ആവണം. അപ്പം അങ്ങനെയുള്ളവർക്കും കിട്ടും. സെപ്റ്റംബറിൽ ഒരു മെയിൽ വന്നു, സെപ്റ്റംബർ ലാസ്റ്റിൽ ഒരു മെയിൽ വന്ന് നിങ്ങൾക്ക് ബോണസ് കിട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബോണസ് കിട്ടുക എനിക്കാ. ഞാനത് വലിയ ഇതാക്കിയില്ല. വിചാരിച്ചു ഞാൻ എല്ലാ ദിവസവും ഇടുന്ന പോലെ തന്നെ വീഡിയോ ഇടുന്നുണ്ട്, ഷോർട്സ് ഇടുന്നുണ്ട്, ലൈവ് ചെയ്യുന്നുണ്ട്, എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ചെയ്ത് അതിലെൻ്റെ ഒരു വീഡിയോ നല്ല രീതിയിൽ റീച്ചായി, 1K മേലെയായി, നല്ല അടിപൊളിയായിട്ട് തന്നെ പോയി ആ വീഡിയോ. അപ്പം നേരത്ത് ഒക്ടോബറിൽ എനിക്ക് ഒരു മെയിൽ വന്ന് നിങ്ങൾക്ക് ബോണസ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ പറ്റൂ. നമ്മൾ അവർ നമ്മളെടുത്ത് വന്നില്ലല്ലോ അതുകൊണ്ട് നമ്മളും പോകുന്നില്ല, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കുക. നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മളെല്ലാവരെയും പോയി സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും നമുക്കും അവരെ സപ്പോർട്ട് ഉണ്ടാവും. അങ്ങനെ വിചാരിച്ചാൽ മതി. നമ്മൾ അയ്യോ അവർ നമ്മളെ ലൈവിൽ വന്നില്ല അതുകൊണ്ട് ഞാൻ ആ ലൈവിൽ പോകുന്നില്ല, അങ്ങനെ നമ്മൾ വിചാരിക്കാൻ പാടില്ല. എല്ലാവരോടും നല്ല സ്നേഹത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റും. നമ്മൾ ഒരു ദൃഢനിശ്ചയം ചെയ്യണം. ഞാൻ അങ്ങനെ ചെയ്യും, എനിക്ക് ചെയ്താൽ ശരിയാവും, അങ്ങനെ വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ ബേക്കടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും ഒരു ഇതുണ്ടാവില്ല. അയ്യോ എനിക്ക് അതിനെപ്പറ്റിയൊന്നും പറയാൻ അറിയില്ലപ്പാ, എനിക്കൊന്നും ആദ്യമല്ല എനിക്ക് ഫേസ് ലൈവ് ഇടാനെല്ലാം മടി തന്നെയായിരുന്നു. പിന്നെ നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ ഇട്ടാൽ പ്രശ്നമില്ല എന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ ഇടാൻ തുടങ്ങി. ആദ്യമൊന്നും ഞാൻ ഫേസ് ലൈവ് ഒന്നും ഇട്ടിട്ടുണ്ടായില്ല, വെറുതെ ഓഡിയോ ലൈവ് മാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ വർത്തമാനം കേട്ടിട്ട് നിങ്ങൾക്കെല്ലാം ബോറടിച്ചെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അത്രയും എനിക്ക് പറയാനുള്ളൂ, വേറെ അധികമായിട്ട് പറയാനായിട്ടൊന്നുമില്ല. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് ഗൈസ്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.